യൂട്യൂബിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കണം. അതുപോലെ തന്നെ 4000 മണിക്കൂർ വാച്ച് ഹവർ ആക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാനും ഇതുപോലെ ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത ആളാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതോ അല്ലെങ്കിൽ അവർ ചെയ്തതോ ഒന്നുമല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുന്നുള്ളത് മാത്രം ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് 2 കാര്യം മെയിനായിട്ട് വേണ്ടത്. ഒന്നെന്തെന്നറിയോ, നമ്മൾ മനസ്സിൽ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തത് പുറത്ത്, അതായത് ഫോണിൽ ചെയ്യേണ്ട കാര്യം. ഈ മനസ്സിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് യൂട്യൂബിൻ്റെ മാത്രം ഇതിൽ പെട്ടതല്ല. നമ്മുടെ ജീവിതത്തിലുള്ള ഏതൊരു കാര്യമാണെങ്കിലും നമുക്കത് നേടണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു കാര്യം കൂടിയാണ് ഞാൻ പറയാൻ പോണത്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഈ 1000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് പറയുന്ന സമയത്തും നമുക്ക് ആദ്യം ഉള്ളിലുണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. ഞാൻ എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കും ഒരു മാസം കൊണ്ട്, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ തീരുമാനിക്കും. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം 2 മാസം കൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ആക്കും എന്നുള്ളത് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം വേണം. ആദ്യം വേണ്ടത് നമ്മൾ ഉള്ളിലുള്ളൊരു വിശ്വാസമാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട മാക്സിമം എന്ത് ചെയ്യുക, എഫേർട്ട് എടുക്കുക. എന്ത് കഷ്ടപ്പെട്ടാലും വേണ്ടി ഞാൻ എങ്ങനെയെങ്കിലും അതിന് വേണ്ടി മാക്സിമം റിസ്ക് എടുക്കും. ആ റിസ്കിൽ പെട്ട കാര്യമാണ് നമ്മൾ പുറത്ത് ചെയ്യുന്ന കാര്യം, അതായത് ഫോണിൽ ചെയ്യേണ്ട കാര്യം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് അറിയുന്ന ഫ്രണ്ട്സിനായിക്കോട്ടെ, റിലേറ്റീവ്സ് ആണെങ്കിലും ആർക്കായാലും, അറിയുന്നവരല്ലെങ്കിലും കുഴപ്പമില്ല, അവർ പെർമിഷനോട് കൂടി വേണമെങ്കിൽ അവരെ ഫോൺ വഴി അവർ മുമ്പ് തന്നെ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് അയച്ചു കൊടുക്കാം. പിന്നെ പല രീതിയിൽ ഈ വാട്സപ്പ് ആക്കിയിട്ട് ഏതൊക്കെ രീതി നമുക്ക് ചെയ്യാൻ പറ്റും ആ രീതിയൊക്കെ മാക്സിമം നമ്മൾ എന്താ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ലിങ്കും കാര്യങ്ങളും. അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്. അതായത് ആദ്യം വിശ്വാസം, രണ്ടാമത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, മൂന്നാമത്തത് പ്രാർത്ഥന. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞാനിതാ ഇങ്ങനെയൊക്കെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഇങ്ങനെയൊക്കെ ആക്കി തരണേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, ഷോർട്സ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഷോർട്സിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടുതൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഷോർട്സ് ഇനി ഡെയിലി ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടൻറ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് എന്ത് ചെയ്യും, നമ്മൾ അറിയാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ഈ ഷോർട്സ് വീഡിയോ ചെയ്തതിന് ശേഷം 1000 സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് കണ്ടാൽ പിന്നെ നമുക്ക് 4000 വാച്ച് ഹവർ ആക്കണ്ടേ. അതിനെന്ത് ചെയ്യണം, വീഡിയോ പിന്നെ ലോങ് വീഡിയോ തന്നെ വേണം. അപ്പോൾ ഒന്നെങ്കിൽ ലൈവ് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ലോങ് വീഡിയോ എന്തെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യും ചെയ്യാം.